ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തന്നെ നല്ലോണം നിറച്ച ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതുപോലെ ഒരു കൈപ്പിടി അളവിൽ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക. പൊടിയുപ്പിനേക്കാളും കല്ലുപ്പ് തന്നെയാണ് നല്ലത് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കണം. നമ്മൾ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ നന്നായി തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായി ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് അതിന് പുക വരുന്ന സമയത്ത് നമ്മളിതിനെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ഒരു ടവലിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊരു കിഴി പോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അത് 4 സൈഡും ചേർത്തി പിടിച്ചിട്ട് നമ്മളൊരു കിഴി പോലെ കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ കൈകാല് വേദന, മുട്ടുവേദന, സന്ധി വേദനയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുകൊണ്ട് നമ്മളൊന്ന് ചൂട് പിടിപ്പിച്ചാണ്ടല്ലോ ആ വേദനയ്ക്ക് നല്ല പോലെ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ. പിന്നെ ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മളിത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നനവുള്ള അവിടെ ആണെങ്കിൽ ഉപ്പൊക്കെ ആയത് കാരണം പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ആവശ്യം അനുസരിച്ച് നമ്മളിത് ചൂടുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ അടുപ്പത്ത് വെച്ചിട്ട് ഈ കിഴി നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വേദനയുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ തലവേദന വരുന്ന സമയത്താണെങ്കിലും കഴുത്ത് വേദന വരുന്ന സമയത്തും ഒക്കെ നമ്മളത് ചൂട് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും.